കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. നിങ്ങൾ എത്രമാത്രം ദരിദ്രനായിക്കൊള്ളട്ടെ, നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ര കഠിനമായി പ്രവർത്തിക്കുക. വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം എന്തു തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. നമ്മളിലെ കോപാഗ്നി ആളിക്കത്തുന്നത് അല്പനേരത്തേക്ക് മാത്രമായിരിക്കാം. പക്ഷെ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും. പ്രതീക്ഷയാണ് ജീവിതം. ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുക. ചിലർ അവരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളെ വലിച്ചെറിഞ്ഞെന്നറിഞ്ഞാലും സ്വയം പഴിച്ചു ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിക്കാത്തപ്പോഴും നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരേ ഒരു ഇന്ധനം. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് സ്നേഹത്തിന് കാണാൻ കഴിയും. കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് സ്നേഹത്തിന് കേൾക്കാൻ കഴിയും. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. പകർന്നു നൽകിയത് പകരാൻ വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിലും പറത്തിവിട്ടാലും തിരികെ നമ്മിലേക്ക് തന്നെ പറന്നിറങ്ങും. നിങ്ങൾക്കൊരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറായുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനമാകുന്നത്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ നേടിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നിങ്ങൾ നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. സുന്ദരികളായ 90% സ്ത്രീകളുടെയും ജോഡി കൂടുതൽ ആകർഷകരല്ലാത്ത പുരുഷന്മാരാണ്. കാരണം സ്ത്രീകൾ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആകർഷണത്തെക്കാൾ ഉപരി അവരുടെ ഗുണങ്ങളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സു തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ ലഭിച്ചേക്കില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.